ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളത്, നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്, ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രണയം, തീവ്രമായൊരു പ്രണയം നിങ്ങളോട് അവർക്ക് തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവർ ചില ആൾക്കാർ ഇത് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. പക്ഷേ ചിലപ്പോൾ നേരിട്ട് കാണുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നാണ് ഈ ഒരു സമയം നിങ്ങളോട് ഒരുപാട് പ്രണയമുണ്ട് എന്നാണ് കാണുന്നത്. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പക്ഷേ ഇതിലവർ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർക്ക് ഇതിൽ ടു ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ രണ്ട് സിറ്റുവേഷനാണ്, രണ്ട് കാര്യങ്ങളുണ്ട് അവർക്ക്. പക്ഷേ അവരുടെ പ്രയോറിറ്റി നിങ്ങളാണ് എന്നുള്ളതാണ്. അവർ സ്വപ്നം കാണുന്നുണ്ട്, അവർക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ള ചില ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങളുമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി മാറിപ്പോയ ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതാണ് ടു ഓഫ് വാൺസ്. രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. വേറൊരു വ്യക്തി കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്, ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ മുന്നിലുള്ള തടസ്സങ്ങൾ അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. ചാരിയറ്റാണ്. ഇതിലും രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് വ്യക്തിയുടെ നടുവിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളാണ് ഈ വിഷമിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു കാര്യം ഒന്ന് ക്ലിയർ ആക്കി കിട്ടിയാൽ മതി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾ ഇനി ഒരിക്കലും വേണ്ടാന്ന് പറഞ്ഞ് മാറിപ്പോയ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അതിലൊരു വിഷമം ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം ഈ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി. അപ്പോൾ പക്ഷേ ഈ ഒരു കാര്യം ക്ലിയർ ആക്കി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അവർ കുറേ ഈഗോ ഉള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവരുടെ ഈഗോ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം അവർ ഒന്ന് റീതിങ്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ചെയ്തത് ശരിയാണോ, അതാണ് ഈ ടു ഓഫ് വാൺസ് പറയുന്നത്. പറ്റിപ്പോയ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ സംസാരിച്ചപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം അങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചത്. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കാം. ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ കാണുന്ന കുറേ ആൾക്കാർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകുമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ കണക്കുകൂട്ടിയിരുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ്. വീണ്ടും അവർ ആ ഒരു സ്വപ്നത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം ഇത് വീണ്ടും സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു വിവാഹ ജീവിതം നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. കുട്ടികളൊക്കെ ഇൻവോൾവ്ഡ് ആയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി വിവാഹിതനായിരിക്കാം, അല്ലെങ്കിൽ വിവാഹിതയായിരിക്കാം, അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇത് മറ്റുള്ളവർ ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളൊരവസ്ഥയാണ്. മറ്റുള്ളവർ ശരിക്കും വേറെ ഏതോ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിപ്പോയി അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളോ അവരുടെ ചിന്തകളോ ശരിക്കും ഒരു ട്രാപ്പിലായ പോലത്തെ ഒരു കാണുന്നുണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആയിപ്പോയതായിരിക്കാം. ഇത് ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ രണ്ടുപേരുടെ എനർജി ഒരുപോലെ വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നിങ്ങളല്ലെങ്കിൽ അവരെന്ന്. ഇതിൽ
അവർക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് കാണാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം അവരൊരു ചിലപ്പോൾ അതൊരു നെഗറ്റീവ് എനർജി കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അവരുടെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെയും അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് കാണാൻ പറ്റാത്ത വണ്ണം ഒരു മറയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കണ്ണ് കെട്ടിയതും ഈ ബന്ധിച്ച് വെച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരവസ്ഥ. അപ്പോൾ അവർക്ക് മുന്നിലുള്ള ആ ഒരു വ്യക്തിയെ അവരെന്താണ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ ചില ബ്ലാക്ക് മാജിക്കോ നെഗറ്റീവ് എനർജിയോ ഒക്കെ നിമിത്തം റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അവരെ മുന്നിൽ എന്താണെന്ന് കാണാൻ പറ്റാത്ത വണ്ണം മറച്ചു വയ്ക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്നാണ് കാണുന്നത്. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പക്ഷെ അതൊക്കെ മാറി തിരിച്ചു വരണം എന്നൊരു ഡിവൈൻ തീരുമാനമുണ്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത്. 6 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ എന്നായാലും ഇത് സത്യം മാത്രമാണ് ജയിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളിൽ സത്യം ഉണ്ടെങ്കിൽ അത് എന്തായാലും ജയിക്കുമെന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ഒരു കാത്തിരിപ്പ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ റിയലായിട്ട് സംഭവിക്കും എന്നാണ് കാണുന്നത്. അത് കണ്ടില്ലേ, ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളിലേക്ക് വരണം എന്നോ ഒരു യൂണിയൻ ഉണ്ടാകണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ടും ഈ ഒരാളിന് സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ജന്മത്തിൽ അവർ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് എടുത്തതായിരിക്കാം. അത് നമ്മളുടെ ജന്മത്തിന് മുന്നേ ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന ആ വ്യക്തിയിൽ നിന്നും ഇന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു ജന്മത്തിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു സോൾ കോൺട്രാക്റ്റ് അത് ചെയ്തേ പറ്റുള്ളൂ, അതല്ലാതെ അതൊന്നും എസ്കേപ്പ് ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കർമ്മഫലം, നിങ്ങളുടെയോ അവരുടെയോ ഒക്കെ കർമ്മഫലം നിമിത്തമായിട്ടും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വരാം, സെപ്പറേഷൻ വരാം. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾ തമ്മിലൊരു ഈ ഒരു സമയം ഒരു യൂണിയൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ ഒരു യൂണിയൻ ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് അവരും മനസ്സിലാക്കുന്നുണ്ട്. 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. പലപ്പോഴും അവർ നിങ്ങളെ സ്വപ്നം കണ്ട് അവർ കരയുന്നുണ്ടായിരിക്കാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് അവർ ദുസ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അതിലവർക്കൊരു ഭയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചില സമയം നിങ്ങളെക്കുറിച്ച് അധികമായിട്ട് ചിന്തിക്കുന്ന സമയം ചിലപ്പോൾ അവർക്ക് ഒരു ഡിപ്രഷൻ പോലെയൊക്കെ വരുന്നുണ്ട്. ഇത് സ്വപ്നം കണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു 2-3 ദിവസത്തിന് മുന്നേ അവരെന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുന്നു എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ടായിരിക്കും. ചിലപ്പോൾ പലരും അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് അങ്ങനെ സ്വപ്നം കണ്ടു എന്നൊക്കെ. അപ്പോൾ അതിലവർ ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു കാര്യം. അപ്പോൾ എത്രമാത്രം സ്നേഹം അവർക്കുണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ മനസ്സിലാക്കുന്നതാണത്. ഇത് ഈ ഒരു നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു സ്വപ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചു എന്ന് സ്വപ്നം കാണുമ്പോൾ അവർ കരയുകയാണ് ചെയ്യണത്. അവർക്കൊരിക്കലും അതൊരു സന്തോഷമല്ല. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുള്ളതാണെന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് അത് തിരിച്ചറിവില്ലാതെ ഇല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 7 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് കുറേ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട അവർ എന്താണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട അവർ ഒരുപാട് എൻഗേജ്ഡ് ആണ് എന്നാണ് കാണുന്നത്. അവർക്ക് ചിലപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഇവരൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഓഫീസിൽ കുറേ പെൻഡിങ് വർക്കൊക്കെ ഇവർക്ക് മാത്രം ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരെന്നാണ് കാണുന്നത്. 3 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോഴും അവർക്ക് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതൊരു വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം ഈ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഇവരുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഇവർ ഇപ്പോഴും എൻഗേജ്ഡ് ആണ്, പക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് കാണുന്നത്. 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവരുടെ കൂടെ മത്സരിക്കാൻ കുറേയധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ സമയത്ത് തന്നെ
മത്സരിക്കാനും കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാനും ഒക്കെ കുറേയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ആൾക്കാർ കൂടുതലും നിങ്ങളെ അവരെ അറിയാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. ഇതിൽ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അവർ ശരിക്കും നിങ്ങളുടെ കൂടെ നല്ലൊരു മുഖം കാണിച്ച് അവരെ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ കുറേ ഇപ്പോഴും ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ സിറ്റുവേഷൻ. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.